2 വർഷത്തിന് ശേഷം സമഗ്ര ശിക്ഷ കേരളത്തിലും സംസ്ഥാന സർക്കാരിനും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും അർഹമായ വിഹിതമായ ആദ്യ ഗഡു കേന്ദ്ര ഫണ്ട് ലഭിച്ചിരിക്കുകയാണ്. അനുമതി നൽകിയ 109 കോടിയിൽ 92.41 കോടി രൂപയാണ് ഇന്നലെ അനുവദിച്ചത്. ഇത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ട റിക്കറിംഗ് ഫണ്ടാണ്. നിർമ്മാണ ആവശ്യങ്ങൾക്കായുള്ള നോൺ റിക്കറിംഗ് ഫണ്ട് 17 കോടി രൂപ ഇനിയും ലഭിക്കാനുണ്ട്. അത് ഈ ആഴ്ച തന്നെ ലഭിച്ചേക്കും. ആകെ കുടിശ്ശിക 2023-24 മുതലുള്ള 1148 കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകാനുണ്ട്. 23-24 198.58, 24-25 513.14, 25-26 496.1 കോടി രൂപ എന്നിങ്ങനെയാണ് കുടിശ്ശിക. ഈ കുടിശ്ശിക നമുക്ക് SSKക്ക് കിട്ടേണ്ട കുടിശ്ശിക അടക്കമുള്ള കാശ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 10-ാം തീയതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ നേരിൽ കാണുന്നുണ്ട്. ഈ കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതിന് വേണ്ടി. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ബീഹാറിലാണ് എങ്കിൽ തന്നെ 10-ാം തീയതി ഡൽഹിയിൽ എത്തിച്ചേരാമെന്ന് ജോൺ ബ്രിട്ടാസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ 9-ാം തീയതി ഡൽഹിക്ക് അദ്ദേഹം കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഒരു കേസ് കോടതിയിലുണ്ടായിരുന്നു. സുപ്രീം കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഈ ഫണ്ട് ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിനുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് ഉടൻ അനുവദിക്കണമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉറപ്പ് കേന്ദ്ര സർക്കാർ ഉടൻ പാലിക്കുമെന്നാണ് കരുതുന്നത്. 1 മുതൽ 5 വരെ 10 കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, 5 മുതൽ ഉള്ള എല്ലാ ക്ലാസ്സുകളിലും 15 കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നതാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ശുപാർശ. കേരളത്തിൽ ഒരു സ്കൂളിൽ ഇത്രയും എണ്ണം കുട്ടികളില്ല എന്നതിനാൽ ഒരു കൂട്ടം സ്കൂളുകളെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് ഇക്കാര്യം നടപ്പാക്കുക എന്നതാണ് ശുപാർശ. അങ്ങനെയാണെങ്കിൽ 4000-ൽ പരം ടീച്ചർമാരുടെ സേവനമാണ് വേണ്ടിവരിക. പൊതുവിദ്യാലയങ്ങളിലെ 45 ലക്ഷം കുട്ടികളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം കേരളത്തിൽ എത്ര കണ്ട് പ്രതിഫലിക്കാത്തത് കേന്ദ്ര വിഹിതത്തിൻ്റെ ഭാരം പോലും സംസ്ഥാനം പേറുന്നതുകൊണ്ടാണ്. അർഹമായ കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുവാൻ കേരളം ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ ഉള്ളത്. പിന്നെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗ തീരുമാന പ്രകാരമുള്ള ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു. ഉത്തരവ് നിങ്ങൾ കണ്ടു കാണും. സബ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. ഇതൊന്ന് ദീപിൻ്റെ കൊടുത്തൊന്ന് എടുക്കാൻ പറയാം. അല്ല, അത് പ്രശ്നമുണ്ടെങ്കിൽ അവർ ഇത് റിലീസാക്കൂലല്ലോ. ഞാനതിന് നേട്ടവും കോട്ടവും ആര് ജയിച്ചു ആര് തോറ്റു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നില്ല. നമുക്ക് കാര്യം നടന്നു കിട്ടണം. നമ്മുടെ നിലപാട് നമ്മൾ ഉറച്ചു നിൽക്കണം. ഇത് രണ്ടേ നമ്മളെ മുന്നിലുള്ളൂ. വൈകിപ്പിച്ചല്ല, അതിനൊരു സമയമെടുക്കുമല്ലോ. നമ്മളൊരു നയപരമായ ഒരു കാര്യം ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് അതിനൊരു കത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നിയമവശം അറിഞ്ഞിരിക്കണം. അതെല്ലാം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. കുറേ ഗവൺമെൻറ് ലെവലിലാകുമ്പോൾ കുറേ നടപടിക്രമങ്ങളുണ്ടല്ലോ. നമുക്കതെല്ലാം നമ്മൾ സാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കത്ത് എഴുതുന്ന പോലെ ഒരു കത്തങ്ങ് എഴുതാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അഡ്വക്കേറ്റ് ജനറൽ കത്ത് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. താമസിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത ക്യാബിനറ്റിന് മുമ്പേ തന്നെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചതായിട്ടുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടി കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആലോചിച്ചിട്ടാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അല്ല, ഇന്നലെയല്ലോ ഉത്തരവ് ഇറങ്ങിയുള്ളൂ.
ഇന്നത്തെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒന്ന് ആലോചിച്ചിട്ട് നമുക്കത് കൂടാവുന്നുള്ളതാണ്. അല്ല, കത്തയക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. മന്ത്രിസഭ ഉപസമിതിയുടെ ആവശ്യമില്ലല്ലോ. ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചാണല്ലോ. ക്യാപ്റ്റൻ അബേൻസിൽ എന്നുള്ള നിലയിൽ കത്തയക്കണമെന്നുള്ള നിലയിൽ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചതാണല്ലോ. PM ശ്രീ നിയമോപദേശം ഉടനെ തന്നെ കിട്ടും.